വേനൽക്കാല കൃഷികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാത്തരം വിത്തുകളും നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. നല്ല വേനൽക്കാലമൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം ഉള്ളവർക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ നല്ലതുപോലെ നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ ഒത്തൊരുമിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ വിഷുവിന് നമുക്ക് പ്രത്യേകിച്ച് കടകളിൽ നിന്ന് നമുക്ക് പച്ചക്കറി വാങ്ങിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വരിക. കുറച്ച് ക്ഷമയും അതേപോലെ തന്നെ ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിളയാണ് ചീര എന്ന് പറയുന്നത്. അപ്പം വലിയ കേടുപാടുകളൊന്നുമില്ലാതെ ഇലപ്പുള്ളി രോഗമൊന്നുമില്ലാതെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. 6 ടൈപ്പിലുള്ള ചീര നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ ചീര പിന്നെ എപ്പോഴും പറയുന്നതാണ് ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത്. അപ്പം നമ്മൾ ഈ ചോറിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട്, അപ്പം നമുക്ക് അവിടെ പോയപ്പോഴാണ് ഇതൊക്കെ കുറച്ചുകൂടെ എല്ലാം അറിയാം, എങ്കിലും കുറച്ചുകൂടെ നമുക്ക് പ്രകൃതി ചികിത്സയ്ക്ക് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ചോറ് വളരെ കുറച്ചുകൊണ്ട് നമ്മളിങ്ങനെ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും സലാഡുകളും ഒക്കെ കഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കൈവശമുള്ള ചീര എന്ന് പറഞ്ഞാൽ വൈഗ ചീരയുണ്ട്, അതുപോലെ ഗ്രീൻ ചീര, റെഡ് ചീര, സുന്ദരി ചീര, പാൽ ചീര, പാലക് ചീര, ഇത്രയും ചീരകൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ച് നടാൻ പറ്റുന്നവർക്ക്, അപ്പം ഞങ്ങളുടെ നിന്ന് വാങ്ങണമെന്നും അല്ല, കമ്പയർ ചെയ്യുന്നതല്ല, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നഴ്സറികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. എന്തായാലും എല്ലാവരും ഇങ്ങനെ മുറ്റത്തൊക്കെ പലതരത്തിലുള്ള ചീരകളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം വിഷുവിനൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എന്താണ് വെള്ളരി എന്ന് പറയുന്നത്. അപ്പം വെള്ളരി നമ്മൾ നട്ടുപിടിപ്പിച്ചാലോ അതും വളരെ നല്ലതായിരിക്കും അല്ലേ. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ വെള്ളരി നമ്മൾ വിളവെടുത്തിട്ട് അത് കണി വയ്ക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വെള്ളരി നട്ടുപിടിപ്പിക്കാണ്ട് ശ്രമിക്കുക. വെള്ളരി നട്ടുപിടിപ്പിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ വെള്ളമില്ലാത്തവർക്ക് നമ്മുടെ കിച്ചണിൽ വേസ്റ്റ് ആവുന്ന വെള്ളം, സോപ്പ് വെള്ളമല്ല, അല്ലാതെയൊക്കെ നമ്മൾ കഴുകുന്നതായ വെള്ളവും അരി കഴുകുന്ന വെള്ളവും ഉഴുന്ന് കഴുകുന്ന വെള്ളവും ഇങ്ങനെ ഓരോന്ന് കഴുകുന്ന വെള്ളമൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഒരു ബക്കറ്റിനകത്താക്കി വെച്ചെന്നിട്ട് നമ്മൾ വൈകുന്നേരത്തെ സമയത്തൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഈ പച്ചക്കറികൾക്കൊക്കെ ഒഴിക്കാമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് നമ്മുടെ പച്ചക്കറികളെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്താണ് നമ്മുടെ പയർ നമ്മുടെ താരമാണല്ലോ. എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു സംഭവം തന്നെയാണ് പയർ എപ്പോഴും നട്ടുപിടിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയത്തില്ലായിരുന്നു എപ്പോഴും നമുക്ക് ഈ പയർ നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ. എപ്പോഴും നമുക്ക് പയർ നമുക്ക് നട്ടുപിടിപ്പിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ പയറിൽ നിന്ന് തന്നെ നമ്മൾ ഉണങ്ങിയതെടുത്ത് വെച്ചിരിക്കുക. അത് അടുത്ത ഏതെങ്കിലും ഒരു 2-3 കുഴി എടുത്തിട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്തോട്ട് നമുക്ക് നട്ടാൽ എപ്പോഴും നമുക്ക് പയർ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സീസൺ അനുസരിച്ച് ചെയ്യുമ്പോഴും ഒരുപാട് കിട്ടുമെന്നേ ഉള്ളൂ. അതല്ല, നമ്മളല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ളതായ പയറുകളും എത്തിയിട്ടുണ്ട്. വൈജയന്തി പയർ, കുറേ പേരൊക്കെ വൈജയന്തി പയറും അർക്കമാങ്ങളെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാശി, കാഞ്ചന, അങ്ങനെ 4-5 ടൈപ്പ് പയറുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് പച്ചമുളക് എന്ന് പറയുന്നത്. പച്ചമുളക്, കറിവേപ്പൊക്കെ നമ്മുടെ വീടായാൽ ഒരു പച്ചമുളകും കറിവേപ്പും അത്യാവശ്യമാണ്. അത് എന്തായാലും നട്ടുപിടിപ്പിക്കണം എല്ലാവരും. അപ്പം മുളക് നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരുപാട് ഡയറക്റ്റ് വെയിൽ കിട്ടുന്നിടത്ത് നമ്മൾ നടാതെ ഇരിക്കുക. ഒരു നേരം വെയിൽ കിട്ടുന്ന രീതിയിൽ ഉള്ള സ്ഥലത്ത് നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഒരുപാട് വെയിൽ കിട്ടുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മുളക് കുരുടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് നട്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പച്ചമുളകൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പച്ചമുളകിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ചാണകത്തിനകത്ത് സുഡോമോണസ് കലക്കി ഒഴിക്കാം. 10 ദിവസം കൂടുമ്പം കൊടുക്കാം. പിന്നെ കുറച്ച് ദിവസം ഒന്ന് നിർത്തി വെച്ചിട്ട് പിന്നെ കഞ്ഞിവെള്ളത്തിനകത്ത് ചാരം കലക്കി, ഈ സുഡോമോണസ് കൊടുക്കുന്ന സമയത്ത് ചാരം ഇതിനകത്ത് ഇടണ്ട, ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഇടാനായിട്ട്. കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കിയിട്ട് നമ്മുടെ മുളകിന് ഒഴിക്കാന്നുണ്ടെങ്കിലും ഇഷ്ടം പോലെ മുളക് പിടിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീട്ടിലെ വേസ്റ്റായ മുട്ടത്തോട്, തേയിലക്കൊന്ത്, അതുപോലെ ഉള്ളിയുടെ തോല്, വെളുത്തുള്ളിയുടെ തോല്, ഇത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാമെങ്കിൽ, ചുവട്ടിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ടിൽ തട്ടാത്ത രീതിയിൽ ഇടണം. ചുറ്റിനും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലതുപോലെ മുളക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം മുളകിൻ്റെയൊക്കെ നല്ല അടിപൊളി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമുളകും ഏത് പച്ചക്കറിയാണെങ്കിലും പിടിക്കുമ്പോൾ പൂക്കൾ വരുന്നതായ സമയത്ത് നമ്മൾ ചാണകം പ്ലസ് സ്യൂഡോമോണസ്, ചാണകം പ്ലസ് നമ്മുടെ ഫിഷ് അമിനോയും കൂടെ മാറി കൊടുക്കാമെന്നുണ്ടെങ്കിൽ എല്ലാ പച്ചക്കറികളിലും ആ പൂ വരുന്നതൊക്കെ നമുക്ക് കായായിട്ട് നമുക്ക്
എടുക്കാനായിട്ട് സാധിക്കും. പച്ചമുളകും പാകി വെച്ചിട്ടുണ്ട്. നല്ല തൈകൾ നല്ല പറിച്ച് നടാൻ പരുവായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ അത് പറിച്ച് നടണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ പാകി വെച്ചിട്ട് അത് നല്ലതുപോലെ വേര് പൊട്ടാത്ത രീതിയിൽ എടുത്തിട്ട് വേണം നടാനായിട്ട്. അപ്പം കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഇവിടെ പാകി വെച്ചിട്ടുണ്ട്. അതൊക്കെ നടുന്ന സമയം ആയിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് പറിച്ച് നടണം. അടുത്തയാണ് വഴുതന എന്ന് പറയുന്നത്. വഴുതനയെ നമുക്ക് നല്ലതുപോലെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ 4-5 ടൈപ്പ് വഴുതനങ്ങ നിൽപ്പുണ്ട്. അതിന് ഈ ചൂടാണെന്നുണ്ടെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. നല്ല ഗ്രീൻ വഴുതന, അതുപോലെ ഹരിത വഴുതന, വയലറ്റ് വഴുതന, തക്കാളി വഴുതന, ഇതെല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. അതിന് നമ്മൾ ഒന്ന് നട്ടാൽ മതി. അതൊരു 2 വർഷമെങ്കിലും നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. തന്നെയല്ല, അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ കുറേ കാലം കൂടെ അതിൽ നിന്ന് പൊട്ടിക്കിളർത്തിട്ട് പുതിയ കൊമ്പുകൾ വരികയും ഈ വെട്ടിക്കൊടുക്കണമെന്ന് പറയുമ്പോൾ വെട്ടിക്കൊടുത്താൽ മാത്രം പോരാ, അതിന് വേണ്ടതായ വളവും വെള്ളവും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അത് വീണ്ടും പൊട്ടിക്കിളിക്കുകയുള്ളൂ. അങ്ങനെയൊന്നും ചെയ്ത് നോക്കിയാൽ നമുക്ക് എപ്പോഴും വഴുതനയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം വഴുതന കൃഷിയിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇലയൊക്കെ അരിപ്പ മാതിരി ആവുന്നുണ്ട്, എന്തോ പ്രാണികൾ വന്നിരുന്നിട്ട് കഴിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ ബിവേറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അടുപ്പിച്ച് 3 ദിവസമെങ്കിലും കൊടുക്കാണ്ട് ശ്രമിക്കുക. മരുന്നുകൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നോട്ടം ഉണ്ടെങ്കിൽ നമ്മൾ 2 നേരമെങ്കിലും രാവിലെയും വൈകുന്നേരവും ഇവരുടെ അടുത്തൊക്കെ ഒന്ന് വന്ന് നിരീക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഇങ്ങനെയുള്ള കീടങ്ങളെയൊക്കെ ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സൂഡോമോണസും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ഇലയും നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കീടങ്ങളെ ഒഴിവാക്കി എടുക്കാനായിട്ടും സാധിക്കും. കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെ നടാത്തവർ ഇനി ഉണ്ടെങ്കിൽ വിത്തുകളിട്ട് നടാനായിട്ട് ശ്രമിക്കരുത്. തൈകൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ മാത്രം നടുക. പിന്നെ തണുത്ത വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഒഴിക്കാം. അപ്പോൾ അതൊക്കെ നടേണ്ടത് നമ്മൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ, ഡിസംബർ വരെയൊക്കെ നമുക്ക് നടായിരുന്നു, ജനുവരി വരെയൊക്കെ. ഇനി നമ്മളങ്ങോട്ട് നട്ടാൽ നമ്മൾ വിചാരിക്കുന്ന വലിപ്പത്തിൽ നമുക്ക് ഫ്ലവർ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം തൈകൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യമായിട്ട് നിങ്ങളിങ്ങനെ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം കായൊക്കെ പിടിച്ച് വരാനായിട്ട് നിൽക്കുന്നവർക്ക് നല്ലതുപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കുക, മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ തണ്ട് മണ്ണിൽ നിന്ന് പൊങ്ങി വരുന്നതിനനുസരിച്ച് നമ്മൾ വളവും മണ്ണും കയറ്റി കൊടുത്താൽ നല്ല ആരോഗ്യമുള്ള കോളിഫ്ലവറും ക്യാബേജും ബ്രൊക്കോളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് തക്കാളി. തക്കാളി നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാം. നമ്മൾ ഒരു അത്യാവശ്യം കെയറൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനും ഈ പറഞ്ഞ മാതിരി നമ്മുടെ കൈവശം, അതായത് സൂഡോമോണസും ഫിഷ് അമിനോയും എപ്സം സാൾട്ടും ഒക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും തക്കാളി നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സൈറ്റിൽ നിന്ന് നമ്മൾ കസ്തൂരി മഞ്ഞൾ, അതേപോലെ തന്നെ മഞ്ഞൾ ഒക്കെ നമ്മൾ വിത്ത് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ അത് പറമ്പിലോ പല ഗ്രോ ബാഗിനകത്തോ നടണ്ട, 1-2 ഗ്രോ ബാഗിനകത്ത് ഇട്ടേക്കുക. മണ്ണും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് നനച്ച് ഇടയ്ക്കിടയ്ക്ക് ആഴ്ച 1-2 വട്ടം നനച്ചും കൊടുത്തിട്ട് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് എടുത്ത് നട്ടാൽ മതി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞമാതിരി എല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാം. പാവല്, പീച്ചില്, പടവലം, മത്തന്, ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് വെള്ളമുണ്ടെങ്കിൽ, പിന്നെ ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഉള്ള വിളവ് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് വിഷുവിനൊക്കെ വേണ്ടതായ വിളവ് നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവരും കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരും മടി പിടിക്കാതെ എനിക്ക് ഇതൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ നട്ടാൽ ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ള നെഗറ്റീവ് ചിന്തയൊക്കെ കളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാൻ നട്ടാൽ എല്ലാം ഉണ്ടാകും, എനിക്കെല്ലാം പിടിപ്പിച്ചെടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതായ ഒരു ചിന്തയോടുകൂടി നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ, ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല നല്ല വിത്തുകൾ വാങ്ങിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തൊരുമയോടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂർ. ഇപ്പം മറ്റ് എൻ്റർടൈൻമെൻറ്റ്സിനേക്കാളൊക്കെ ഏറ്റവും നല്ലതാണ്, നമുക്ക് വളരെയധികം സന്തോഷം തരുന്നതും അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതുമാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പം കുറച്ച് പേർക്ക് ഈ കൃഷി പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം. പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.